പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടായ്മ എന്തിനു വേണ്ടിയുള്ളതാ? ഈ കൂട്ടായ്മ എന്തിനു വേണ്ടിയുള്ളതാ? ചിറകടിക്കാൻ വേണ്ടിയുള്ളത്. പ്രാർത്ഥന ചിറകടിക്കണം, ആരാധനയുടെ ചിറകടിക്കണം. ആമേൻ. അഭിഷേകത്തിന്റെ ചിറകടിക്കുന്നത് വെളിപ്പെടണം. സ്വതന്ത്രം. ദൈവം പല അഭിഷേകവും തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, ആ ചിറകിനെ നമ്മൾ സജ്ജമാക്കിക്കണം. യേശുവിന്റെ വരവിൽ പറന്നു പോകാൻ ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. യേശുവിന്റെ വരവിൽ പറക്കാനുള്ള ഒരു ദൈവക്രമം തന്നിട്ടുണ്ട്. യേശുവിന്റെ വരവിന്റെ സമയത്ത് പറന്നു പോകേണ്ടവരാണ്. ഒരു ശക്തിക്കും ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ പറന്ന് പറന്ന് പോകാനുള്ള സ്തോത്രം 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 അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. ലഭിച്ചവർ അതിനെ വ്യാപാരം ചെയ്തോണം, ലഭിക്കാത്തവർ അതിനു വേണ്ടി വാഞ്ചിക്കണം. അഭിഷേകം ലഭിച്ചിട്ടില്ലാത്തവർ അതിനുവേണ്ടി വാഞ്ചിച്ച് പ്രാർത്ഥിച്ചോണം. ദൈവം അത് പകരും. വിശന്നിരിക്കുന്നവർക്ക് അവൻ നന്മകൾ കൊണ്ട് നിറയ്ക്കും. ആർത്തി ഉള്ളവർക്ക് അവൻ തൃപ്തി വരുത്തും. ദാഹമുള്ളിടത്ത് നീരൊഴുക്ക് പകരും. വാഞ്ചിക്കുന്നവർക്ക് ദൈവം നൽകും. യാത്രികമായ ദാഹമുണ്ടെങ്കിൽ ദൈവം ആ ഒഴുക്കിനെ നൽകി തരും. ആ ജീവന്റെ ഉറവിടം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു വരും. അഭിഷേകം നമ്മുടെ കടക്കത്തെ മാറ്റുന്നതാണ്. ദൈവ സാന്നിധ്യം നമുക്ക് മനസമാധാനം നൽകുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഹാലേലൂയ പറഞ്ഞാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം എടുത്താട്ടെ, 24 അധ്യായം എടുത്താട്ടെ, 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയാണ്, നിങ്ങൾ ചഞ്ചലപ്പെടാതിരിക്കാനായിട്ട് അല്ലെ. മത്തായി സുവിശേഷം 24-ന്റെ 6-ാമത്തെ വാക്യം വായിച്ചാൽ കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ. അന്ത്യകാലത്ത് ആമേൻ ഒരുപാട് കർത്താവിന്റെ വരവിനും ആ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുകയാണ് അല്ലെ. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ത്യകാലത്ത് എന്ത് ചെയ്യരുത്? ചഞ്ചലപ്പെടരുത്. പലതും കേൾക്കും, പലതും കാണും. പലതും കാണുമ്പോൾ കേൾക്കുമ്പോൾ ഈ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ ഹൃദയത്തിനകത്ത് ചാഞ്ചാട്ടം പാടില്ല. അവിശ്വസിക്കരുത്, ചഞ്ചലപ്പെടരുത്. മനസ്സിനെ ഉറപ്പിച്ചോണം, വിശ്വാസത്തെ ഉറപ്പിച്ചോണം. ആമേൻ. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. നാം സേവിക്കുന്ന യേശു സത്യ ദൈവമാണെന്ന് ഉറപ്പിച്ചോണം. ആമേൻ. സ്വതന്ത്രം സ്വതന്ത്രം. ദൈവകൃപയെ ഉറച്ചു നിന്നോണം. തൊട്ട് താഴേക്ക് വായിച്ചാട്ടെ. അടുത്ത വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. 24-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 24-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. മത്തായി 24-4 വാക്യം. മതി കണ്ടോ, ആര് നിങ്ങളെ തെറ്റിക്കാൻ. അപ്പൊ അന്ത്യകാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആരൊക്കെയോ നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശരിയായ സ്ഥാനത്ത് നിൽക്കുന്നവരെ തെറ്റിക്കാൻ ശ്രമിക്കും. ശരിയായ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥനയോടെ, പാട്ടോടെ, ആരാധനയോടെ, ആത്മനിറവോടെ മുൻപോട്ട് പോകുന്ന ദൈവകുഞ്ഞുങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. മനസ്സ് കലക്കി ഹൃദയത്തിനകത്ത് പലതും കൊണ്ടുവന്നിട്ട് അവൻ മനം കലക്കി ചാഞ്ചല്യമുള്ളവരാക്കി, ചാഞ്ചാട്ടമുള്ളവരാക്കി അവൻ സ്വന്തം നമ്മെ തെറ്റിച്ച് കളയാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. 24-ാം വാക്യത്തിൽ 24-ാമത്തെ വാക്യം വായിച്ച്. അവിടെ ആരെ തെറ്റിക്കുന്നു കൊടുത്തിട്ടുണ്ട്. 24 വായിച്ച്. കഴിയുമെങ്കിൽ ആരെ കൂടി? വൃദ്ധന്മാരെ പോലും തെറ്റിക്കാൻ വേണ്ടി. അപ്പൊ വിശ്വാസികളെ മാത്രമല്ല അവൻ നോട്ടമിടുന്നത്, വൃദ്ധന്മാരെ പോലും ചെയ്യുന്നു. അത്രമേൽ വൃദ്ധമെടുത്ത്, അത്രമേൽ ഉപവാസം എടുത്ത്, അത്രമേൽ ജാഗരിച്ച് അത്രമേൽ ദൈവകൃപയിൽ നിൽക്കുന്നവരെ പോലും, ശരിയായ സ്ഥാനത്ത് നിൽക്കുന്നവരെ പോലും തെറ്റിക്കാൻ വേണ്ടി പിശാച് അന്ത്യകാലത്ത് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഉടാടി നടക്കുകയാണ്. 24-10 വാക്യം വായിച്ച്. 24-10 വായിച്ച്. 24-10 വാക്യം വായിക്കുമ്പോൾ പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. അടുത്തത് അന്യോന്യം പകുതി. കണ്ടോ, അന്ത്യകാലത്തെ ലക്ഷണമാണ്. എന്താണ്? പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. പലരും ഇടറി എന്ന് പറയുമ്പോ പാറ പോലെ ഉറച്ചു നിന്ന പലരും, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന പലരും, വിശുദ്ധിക്ക് വേണ്ടി ഉറച്ചു നിന്ന പലരും, പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ, ദൈവസാന്നിധ്യത്തിൽ
സാന്നിധ്യത്തിൽ ഉറച്ചു നിന്ന പലരും അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും? ഇടറിപ്പോകും. ഇത് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. എന്ത് ജാഗ്രതയോടെ മുൻപോട്ട് പോകണം നമ്മൾ. ആമേൻ, സ്തോത്രം, സ്തോത്രം. നാം ഇടരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ. നമ്മുടെ ആത്മീക ജീവിതം ഇടറി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ. നമുക്ക് ലഭിക്കുന്ന ഓരോ കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടായ്മയായി കണ്ടുകൊണ്ട് ആരാധിച്ചോണം. ഇനി ഒരവസരം കിട്ടിയില്ലെങ്കിലോ എന്ന ചിന്തയോടെ വേണം ഓരോ കൂട്ടായ്മയിൽ എന്ത് ചെയ്യാൻ? ആരാധിക്കാൻ. കൈകൾ തട്ടി കണ്ണുകളൊക്കെ അടച്ച് ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കരുത്. എപ്പോഴായി കൈ തളരുക എന്ന് അറിയാവോ? ഇല്ലല്ലോ. എപ്പോഴായി കാലുകളിലെ തളരുക നമുക്ക് അറിയത്തില്ലല്ലോ. ഉള്ളിടത്തോളം ആമേൻ, സ്തോത്രം, സ്തോത്രം, ആമേൻ. ദൈവത്തെ നന്നായി സേവിക്കണം. നന്നായി പാടുമ്പോൾ നന്നായി പാടണം. ആരാധിക്കുമ്പോൾ നന്നായി ആരാധിക്കണം. പലരും ഇടറിപ്പോകുന്ന കാലമാണ്. ആമേൻ, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഒരു ഉറപ്പ് ദൈവം കൊടുക്കും. അഭിഷേകം കൊടുത്തവരെ ഉറപ്പിക്കും. ദൈവത്തെ